എൻ്റെ കൂടെ ഡോക്ടർ മോഹനൻ പിള്ള, മുൻ ആർമി ഓഫീസറുണ്ട്. ഡോക്ടർ മോഹനൻ പിള്ള, പട്ടാളത്തെ വിളിക്കൂ എന്നതായിരുന്നു എല്ലാവരുടെയും വലിയ മുറവിളി. പട്ടാളം വന്നു, പരിശോധന നടത്തി പോകുന്നു. പട്ടാളത്തിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞോ? നിഷാദ്, ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ് ആണ് ഇന്നത്തെ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പട്ടാളത്തിനെ വിളിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയും പട്ടാളം തന്നെയാണല്ലോ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ഒരു മിസ്കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പട്ടാളത്തിനെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയെ വിളിക്കുക ആയിരിക്കും നിഷാദും അതുപോലെ തന്നെ പബ്ലിക്കും ഉദ്ദേശിച്ചത്. ആർമി വന്നു, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവേ ഉള്ളൊരു വിമർശനം, അവർ ആയുധങ്ങളൊന്നും ഇല്ലാതെ വന്നു, അവരോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നതല്ല. രണ്ടാമത് ആർമി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ടാസ്ക് കൊടുത്തു കാണും. ആ ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കാണും, ഇതുപോലെ വണ്ടി റോഡിൽ മണ്ണ് മൂടിക്കിടക്കുന്ന, വളരെയധികം ഹെവിയായിട്ട് മണ്ണ് മൂടിക്കിടക്കുന്നു, അങ്ങനെ ആയിരിക്കും ടാസ്ക് കൊടുത്തത്. ആ ഡിസ്ക്രിപ്ഷൻ അവർ ഇന്നലെ വന്നു, ഇന്നലെയും ഇന്നുമായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് കൊടുത്തിരിക്കുന്ന എക്സാക്ട് ടാസ്ക് എന്താണോ, അവിടെ മെഷീനറി സെപ്പറേറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് ഡിറ്റക്ടിങ് ഇതായിരുന്നു, മെറ്റൽ ഡിറ്റക്ടർ ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് അവർ കൊണ്ടുവരികയും ചെയ്തു. ഇന്നാണ് കൊണ്ടുവന്നത്, അത് കറക്റ്റാണ്. പക്ഷേ അവർ അത്രയും ഡെബ്രി മാറ്റിയതിന് ശേഷം അവരുടെ ടാസ്ക്, അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി. അവർ തിരിച്ചു പോകുന്നു. ഇനിയും ചെയ്യേണ്ടത് ബാക്കിയുള്ളത് നേവിയാണ്. അതായത് വെള്ളത്തിലുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണോ അത് ചെയ്യേണ്ടത് നേവിയാണ്. അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക്. പക്ഷേ ഇതിനകത്ത് കാണേണ്ടത് ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ്. അതായത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ 7 ദിവസത്തിനകം ആദ്യത്തെ 1 ദിവസം കൊണ്ട് തീരേണ്ട ഒരു ശരിക്കുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ് ഇന്ന് 7 ദിവസം കഴിഞ്ഞപ്പോൾ തീർന്നിരിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ്. പക്ഷേ ആർമി വന്നു, അവർക്ക് കൊടുത്ത ആ ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു. അത് ഞാൻ അറിഞ്ഞത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സിൻ്റെ ഗ്രൂപ്പായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ എഞ്ചിനീയേഴ്സിൻ്റെ 3 പേര്, ടെക്നിക്കൽ എക്സ്പേർട്സ് 3 പേര് വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ഇതുമായിട്ട് മറ്റുള്ളത് ഇൻഫൻട്രിയുടെ ആൾക്കാരായിരുന്നു. ഓഫ് കോഴ്സ് വാട്ട് എവർ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ വന്ന് അവരെ ഡെബ്രി മാറ്റി തിരിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് ആ ആംഗിളിൽ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇനിയും ചെയ്യേണ്ടത് കംപ്ലീറ്റ് നേവിയാണ്. നേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർവാർ, കൊച്ചിയിലെ മാതിരിയുള്ള ഒരു നേവൽ ബേസാണ് കാർവാർ നേവൽ ബേസ് എന്ന് പറയുന്നതും. അത്രയും വലുതല്ലെങ്കിൽ പോലും നേവി അത്രയും അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ ഇൻസിഡൻറ്റ് സൈറ്റിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് അപ്രോച്ച് ഉണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് നടക്കുന്നിടത്ത് ഈ എക്യുപ്മെൻറ്റ്സ് എത്തിപ്പെടാൻ തന്നെ പ്രയാസമാണ്. ആ കാര്യത്തിലും വളരെയധികം പ്ലസ് പോയിന്റ് ഉണ്ട്